ഹലോ, ഇന്ന് നെസ് എന്തൊക്കെ കഴിച്ചെന്ന് നോക്കാം. മാങ്ങയാണ് നമ്മൾ ആദ്യം എടുത്തത് കഴിക്കാൻ. മാങ്ങ വേണമെന്ന് പറഞ്ഞവൾ, പക്ഷേ ആ മാങ്ങ കഴിക്കാണ്ട് പിന്നെ അവൾ പറഞ്ഞു എനിക്ക് ദോശ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ദോശ കൊടുത്തപ്പോൾ ആദ്യം ഫസ്റ്റ് കഴിച്ചിട്ടോ, പിന്നെ അവളൊന്നും കഴിച്ചില്ല. പിന്നെ ആ മാങ്ങ കുറച്ചൊക്കെ കഴിച്ചു. ഫുള്ള് കഴിച്ചില്ലെങ്കിലും കുറച്ചൊന്ന് രണ്ട് പീസൊക്കെ മാങ്ങ കഴിച്ചു. അപ്പോൾ ഈ ദോശ വേണമെന്ന് ചോദിച്ചതിനാണ് അവൾ ഈ പിണങ്ങി കിടക്കണം എന്നോട്. പിന്നെ ഉച്ചയ്ക്ക് ചോറും മീൻ വറുത്തതുമാണ്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. ഒറ്റക്ക് ഇങ്ങനെ ആക്കണുണ്ടായിരുന്നു, പക്ഷെ അവള് ഒറ്റക്കല്ല കഴിച്ചത്. കറിയില്ലല്ലോ. കറി എവിടെ? കറിയില്ല. പപ്പടം കൂട്ടി ചോറ് കഴിച്ചോ. എന്താണത്? ഇതെന്താ വായിൽ വെക്കണത്? ഗ്രീൻ പീസ്. പിന്നെ സൈക്കിളായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവൾ കഴിച്ചില്ല. അപ്പോൾ പിന്നെ സൈക്കിളായിട്ട് പുറത്തിറങ്ങി അങ്ങനെയെങ്കിലും കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ട് സൈക്കിളെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഭയങ്കര വെയിലുണ്ടായിരുന്നു. എന്നാലും അവൾക്ക് ആ സൈക്കിളിലിരുന്ന് പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. ചോറൊക്കെ ഫുള്ള് കഴിച്ചതെന്ന് വെച്ചാൽ കുഴപ്പമില്ലാതെ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയായപ്പോൾ അവൾ ഉറങ്ങി. അവൾ ഉച്ചയ്ക്ക് ആ ഒരു ടൈമിൽ പിന്നെ കുറച്ച് അധികം നേരം അവിടെ ഉറങ്ങും. ആകെ ഉച്ചയ്ക്ക് മാത്രമേ ഉറങ്ങലുള്ളൂ, പിന്നെ രാത്രി അങ്ങനെ ഉറങ്ങി. പിന്നെയുള്ള കളിയാണ് ഇതൊക്കെ. കളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മധുര സാധനങ്ങളോട് കുറച്ച് ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ മധുരമാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ പായസം ഉണ്ടാക്കി. ഒക്കെ ഒന്നും കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 3-4 പിടി കഴിച്ചു. ആദ്യം പറഞ്ഞു അബ്ബ വന്നിട്ട് കഴിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കൊടുത്തു. 3-4 സ്പൂണൊക്കെ വായിൽ വെച്ചു. പിന്നെ ഞാനങ്ങനെ വല്ലാതെ നിർബന്ധിക്കില്ല. വൈകുന്നേരം അങ്ങനെ വല്ലാതെ നിർബന്ധിക്കില്ല ഒന്ന് കഴിക്കാനായിട്ട്. പിന്നെ അവൾ അബ്ബ വന്നപ്പോൾ അബ്ബാനെ കണ്ടപ്പോൾ ഓടിയതാണ്. ഓടിയപ്പോൾ അവൾ വീണു. അപ്പോൾ അബ്ബാനോട് പറയണം ഇങ്ങനെ വീണു എന്നൊക്കെ പറഞ്ഞാൽ അബ്ബ അവളെ സമാധാനപ്പെടുത്തുന്നതാണ് കാണുന്നത്. പിന്നെ ഒരു ചെരുപ്പൊക്കെ ഇട്ട് അബ്ബ അതിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോന്നു. അപ്പോൾ അതിൻ്റെ മോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.